ഉദ്ധിത ദൈവമേ രക്ഷക സമാധാനമേ ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് നേരത്തെ തന്നെ എല്ലാവർക്കും ഓണത്തിനൊരായിരം നന്മകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നേർന്നു കൊള്ളുന്നു. അതായത് ഞാൻ 35 വർഷം മുമ്പും വായാട്ടുമ്പ സ്കൂളിൽ പഠിപ്പിച്ച അഗസ്റ്റ് സാർ പഠിപ്പിച്ച ഒരു കവിത അല്ലെങ്കിൽ പാട്ട് പാടിക്കൊണ്ട് ഞാൻ എൻ്റെ ചിന്ത ആരംഭിക്കുകയാണ്. മാവേലി വാണൊരു കാലം മറക്കുകയില്ല 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 മലയാളം. കള്ളമില്ല ചതിവില്ല കണ്ണുനീരില്ല അന്നു കലഹം മൂലം കാമിനി മൂലം കലഹങ്ങളുമില്ല കലഹങ്ങളുമില്ല. ഒരിക്കൽ മാതാപിതാക്കൾ 10 മക്കളെ വിളിച്ചു ഒരു കാര്യം പറഞ്ഞു. അവർക്കെല്ലാവർക്കും പയർ വിത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ 2-3 മാസം കഴിയുമ്പോൾ ഒത്തിരി പയർ നിങ്ങൾ ഉണ്ടാക്കി തരണം. അവർ 10 പേരും 10 വീടുകളിൽ പോയിട്ട് ഓരോരുത്തരുടെ വീടുകളിൽ പോയിട്ട് അവർ പയർ വിത്തുകൾ നട്ടു. പക്ഷേ പലതരത്തിലുള്ള ജോലി ഉള്ളതുകൊണ്ട് പലരുടെയും പയർ വിത്തുകൾ മുളച്ചു പൊങ്ങിയെങ്കിലും അവ ചെടികൾ നശിച്ചുപോയി. ചിലരുടെ ചെടികൾ മൃഗങ്ങൾ വന്ന് നശിപ്പിച്ചു, ചിലരുടെ കാറ്റ് വന്ന് ഒടിച്ചു കളഞ്ഞു. അങ്ങനെ പലതരത്തിൽ നശിച്ചു. അവസാനം 2 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ മാതാപിതാക്കൾ ചോദിച്ചു, മക്കളെ നിങ്ങൾ ഓരോരുത്തർ 10 പേര് നിങ്ങളെ ഓരോരുത്തരുടെയും എത്രത്തോളം പയറുണ്ടായി? പലരും പറഞ്ഞു പലരും നശിച്ചു പോയി, പല കാരണങ്ങൾ കൊണ്ട്. എന്നാൽ മാതാപിതാക്കൾ ഒരിക്കൽ കൂടി പയർ വിത്ത് കുറച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് കൂട്ടായ്മയായിട്ട് ചെയ്യാൻ പറഞ്ഞു. അവർ ഒരുമിച്ച് ചേർന്ന് ആ 10 പേര് ഒരുമിച്ച് ചേർന്ന് കൃഷി ചെയ്തു. ഓരോരുത്തരും ജോലിയുള്ള സമയത്ത് ജോലി ഇല്ലാത്തവർ നോക്കി ആ പയർ ചെടിയെ അങ്ങനെ ഒത്തിരി പയറുകൾ, ഏകദേശം ഒരു 1 കിൻഡലോളം പയർ വിത്തുകൾ അവർക്ക് പിന്നീട് ആ പയറിൽ നിന്ന് ലഭിച്ചു. മാത്രമല്ല ഒത്തിരി പയർ കിട്ടിക്കൊണ്ട് അവർ സന്തോഷമുള്ളവരായി തീർന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുമയുണ്ടായിട്ട് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്തവരുണ്ട്. ഉള്ളിനുള്ളിൽ ഒരുമയില്ലാത്ത വെച്ചുകൊണ്ട് അത് അഭിനയമായി കാണിക്കുന്നവരുണ്ട്. എന്നാൽ ഈ 2 തരത്തിൽ പോകുന്നവരുണ്ട്. മാത്രവുമല്ല ഉള്ളിനുള്ളിൽ ഒത്തിരി സ്നേഹവും ഒരുമയുണ്ടായിട്ടും അത് കൊടുക്കുവാൻ സാധിക്കാതെ പോകുന്നവരുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ പഴയ അരൂപിയിൽ നിന്നും പുതിയ അരൂപിയിലേക്കുള്ള വളർച്ചയാണ്, പുതിയ ജീവന രൂപയിൽ വളർച്ചയാണ് ഓണം. അതായത് പഴയ രൂപയെ മാറ്റിക്കൊണ്ടല്ല, പഴയ അരൂപിയിലുള്ള കുറവുകൾ മാറ്റിക്കൊണ്ട്, അതെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരുമിക്കാൻ പറ്റാത്ത അവസ്ഥ, അത് മാറ്റിക്കൊണ്ടുള്ള ജീവിതമാണ് ഒരു ഒരുമയുടെ ഓണം. ആയതിനാൽ നല്ല കാര്യങ്ങളിൽ നിന്നും കൂടുതൽ നല്ല കാര്യങ്ങളിൽ വളർത്തുവാനും കുറവുകൾ തിരുത്തി പോകാനും ഈ ഓണം നിങ്ങളെ സഹായിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും 1000 ഓണത്തിൻ്റെ അനുഗ്രഹവും സന്തോഷവും പ്രദാനം ചെയ്തുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടെ ഓണാശംസ.